മലപ്പുറം എടയൂർ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിനകത്ത് കൂട്ടയടി. 4-ാം വാർഡ് മണ്ണത്തുപറമ്പിലാണ് സംഭവം. UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപന പരിപാടിയിലാണ് സംഘർഷമുണ്ടായത്. കൂട്ടയടിയുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജംഷീർ കൊടിഞ്ഞു ചേരുന്നു. ജംഷീർ, ഈ പ്രശ്നം എന്തിനാണ്? സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് വെച്ചാൽ ഇഷ്ടമല്ലാത്ത സ്ഥാനാർത്ഥിയെ നേതൃത്വം തീരുമാനിച്ചതിൽ ഒരു വിഭാഗം പ്രശ്നം ഉണ്ടാക്കുകയാണോ? നിശാന്ത്, തീർച്ചയായിട്ടും അത് തന്നെ. അതായത് ഈ എടയൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ UDFന് വലിയ സ്വാധീനമുള്ള പഞ്ചായത്താണ്. അവിടെ ഈ 4-ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് ഈ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി, അതായത് മണ്ണത്തുപറമ്പ് എന്ന് പറയുന്ന പ്രദേശത്ത്, 4-ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്ത് മുസ്ലിം ലീഗിന്റെ UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടായത്. ആ കൺവെൻഷനിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി ഹസൻ മുളയ്ക്കൽ എന്നയാളെ ഔദ്യോഗികമായി മുസ്ലിം ലീഗ് നേതൃത്വം പ്രഖ്യാപിച്ചതോടുകൂടിയാണ് മറുവിഭാഗം രംഗത്ത് വരുന്നത്. അത് ആദ്യം വാക്കേറ്റമുണ്ടായി, പിന്നീട് വലിയ തരത്തിലുള്ള കയ്യാങ്കളിയിലേക്കും സംഘർഷത്തിലേക്കും കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നുള്ളതാണ്. അതായത് ഈ ഹസൻ മുളയ്ക്കൽ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ 10 വർഷമായി LDFനൊപ്പം CPFനൊപ്പം സഹകരിച്ചു പോകുന്ന, പ്രവർത്തിച്ചു പോരുന്ന ഒരാളായിരുന്നു. അയാൾ പിന്നീട് ഈ അടുത്ത കാലത്ത് മുസ്ലിം ലീഗിലേക്ക് വരികയും മുസ്ലിം ലീഗുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. നേരത്തെ ആദ്യഘട്ടങ്ങളിൽ 10 വർഷങ്ങൾക്ക് മുൻപ് മുസ്ലിം ലീഗിലായിരുന്നു, പിന്നീട് CPMലേക്ക് പോയതാണ്. അതിനുശേഷം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ലീഗിലേക്ക് വരികയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അത്തരത്തിലുള്ള ഒരാളെ ഔദ്യോഗികമായി മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ് ഈ മറുപക്ഷം പറയുന്നത്. അതോടൊപ്പം തന്നെ ഗഫൂർ എന്നയാള്, ഈ വാർഡിൽ തന്നെയുള്ള പ്രവർത്തകനായ ഗഫൂർ എന്നയാളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണം എന്നും ഈ വിമതപക്ഷം അല്ലെങ്കിൽ മറുപക്ഷം പറയുന്നുണ്ട്. അത് അംഗീകരിക്കാതെ ഈ ഹസൻ മുളയ്ക്കലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതാണ് പ്രതിഷേധങ്ങൾക്കിടയാക്കിയത്. ആദ്യഘട്ടത്തിൽ അത് വാക്കേറ്റമായി, പിന്നീട് യഥാർത്ഥത്തിൽ കയ്യാങ്കളിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, ഇരു വിഭാഗങ്ങൾ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി, കസേരകൾ വലിച്ചെറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി, നേതൃത്വത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായി, നിയന്ത്രിക്കാൻ വന്നവർക്ക് തന്നെ പിന്നീട് സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഹസൻ മുളയ്ക്കലിനെ ഇപ്പോൾ ഔദ്യോഗിക ലീഗ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് അംഗീകരിക്കാനാകില്ലെന്ന് ലീഗിലെ ഒരു വിഭാഗം പറയുന്നു എന്നുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഔദ്യോഗിക ലീഗ് പക്ഷം പറയുന്നത് ഇതിനെതിരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു, ഇതിനെതിരെ രംഗത്ത് വരുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഔദ്യോഗികമായി പ്രതികരിക്കാൻ ഇരു വിഭാഗങ്ങളിൽ നിന്ന് ആരും തന്നെ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം ഈ സ്ഥാനാർത്ഥിക്കെതിരെ മറുപക്കം രംഗത്ത് വരും എന്നുള്ളത് തന്നെയാണ്. ഏതായാലും വലിയ സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിഷാദ്, ഓക്കെ, അപ്പോൾ അത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നില്ല ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന്? അതോ അവര് ഈ തീരുമാനമായിട്ട് മുന്നോട്ട് പോവുകയാണോ? എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ? എന്താണ് ജംഷീറെ? അതായത് നിലവിൽ ഈ ദൃശ്യങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. ഇതിൽ പഞ്ചായത്ത് തലത്തിലുള്ള നേതാക്കന്മാരൊക്കെ ഇടപെട്ട് അന്വേഷണ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെ അതിനകത്തൊരു അയവ് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഈ ഹസൻ മുളയ്ക്കലിനെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കില്ല എന്നുള്ളതാണ് മറുവിഭാഗം പറയുന്നത്. അതിന് കാരണം, അതായത് ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകർ ഒട്ടനവധി അർഹരായ, ഈ വാർഡിലുള്ള അർഹരായ ആളുകൾ ഇവിടെയുണ്ട്. അങ്ങനെ ആളുകൾ ഉണ്ടായിരിക്കും CPMൽ പ്രവർത്തിക്കുകയും CPMന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത് പിന്നീട് പാർട്ടിയിലേക്ക് വന്ന ആളെ പരിഗണിക്കേണ്ടതില്ല, അങ്ങനെ പരിഗണിക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് മറുവിഭാഗം ചോദിക്കുന്നത്. അതായത് അങ്ങനെ ഒരാളെ കിട്ടാത്തൊരു ഘട്ടമൊന്നും ഈ 4-ാം വാർഡിൽ മുസ്ലിം ലീഗിന് ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിലാണ് മറുപക്ഷമുള്ളത്. പക്ഷേ ഔദ്യോഗിക നേതൃത്വം പറയുന്നത് UDFന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതാണ്. ആ സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്ത് വരികയാണെങ്കിൽ ആ രംഗത്ത് വരുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഒരു വിഭാഗം അതിനെതിരെ രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. അത് വലിയ വിഭാഗീയതയിലേക്കും വലിയ സംഘർഷത്തിലേക്കും കാര്യങ്ങൾ പോയി. അത് ഇപ്പോൾ നിലവിൽ വലിയ വിഭാഗീയതയായി തുടരുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു. ഇത് മാധ്യമം, നമ്മൾ ഉൾപ്പെടെയുള്ളവർ ഇത് വാർത്തയാക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ ജില്ലാ നേതൃത്വം ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് അതിലൊരു പരിഹാരം ഉണ്ടാക്കും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ അവർ അറിഞ്ഞില്ല എന്നൊരു പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മീഡിയ വൺ ഉൾപ്പെടെ ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ട് വാർത്ത നൽകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഇനി അല്പസമയത്തിനകം അല്ലെങ്കിൽ പിന്നീട് ഇതിൽ ജില്ലാ നേതൃത്വം അടക്കമുള്ളവരുടെ പ്രതികരണം വരാനുള്ള സാധ്യതയുണ്ട്. നേതൃത്വം ഇടപെട്ട് ഒരു രമ്യമായ രീതിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്.